ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ JEE 2020 അടുത്ത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളെല്ലാവരും PYQs ഒക്കെ നന്നായി സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രോബബിലിറ്റിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രഡിക്റ്റ് JEE മാത്സ് സീരീസ് എന്നൊക്കെ പേര് കൊടുത്തിട്ട് പ്രോബബിലിറ്റി എന്ന് പറയുന്നൊരു ചാപ്റ്റർ കൊണ്ടുവന്നത്. ഇങ്ങനെ ഓരോ ചാപ്റ്ററുകളായിട്ട് വരും ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുക, നന്നായിട്ട് ഒരു നോട്ടും പെന്നും ഒക്കെ എടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, എൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്കിതൊരു ഉപകാരപ്പെട്ട വീഡിയോ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അപ്പോൾ മക്കളെ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പ്രോബബിലിറ്റിയാണ് ചാപ്റ്റർ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് JEE മെയിൻ 2025 ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ് ഇതിൻ്റെ ബേസിക്ക്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. A and B are two events such that probability of പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B അല്ലേ, പ്രോബബിലിറ്റി ഓഫ് A ഇൻ്റർസെക്ഷൻ B 0.1 ആണ്. P of A by B യും P of B by A യും ഈ ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ടുകളാണ്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക്കിൻ്റെ റൂട്ട് P of A by B യും അതുപോലെ തന്നെ P of B by A യും B given A യുമാണ്. ഓക്കെ, then the value of P of A complement union B complement divided by P of A complement intersection B complement. അപ്പോൾ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ കിട്ടുന്ന വാല്യൂസ് ആണ് എന്തൊക്കെ? P of A by B യും P of B by A യും, കാരണം അതിൻ്റെ റൂട്ടുകളാണത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് നേരെ സോൾവ് ചെയ്തോളൂ. അത് 1/4ഉം 1/3ഉം കിട്ടും. ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്താൽ കിട്ടുന്ന റൂട്ടുകൾ 1/4ഉം 1/3ഉമാണ്. വേറെ കണ്ടീഷൻസ് ഒന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് A by B എന്നും എടുത്തു, രണ്ടാമത്തത് എന്തെടുത്തു? B by A എന്നും എടുത്തു. അത് നിങ്ങൾ ആ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആ രണ്ട് റൂട്ടുകൾ കിട്ടും. ഓക്കെ, ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതാണ് മക്കളെ. P of A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ യൂണിയൻ B കോംപ്ലിമെൻ്റ് ബൈ ഡിമോർഗൻസ് ലോ. ഇത് A ഇൻ്റർസെക്ഷൻ B ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. ഡിവൈഡഡ് ബൈ താഴെയും ഡിമോർഗൻസ് ലോ A കോംപ്ലിമെൻ്റ് ഇൻ്റർസെക്ഷൻ B കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ A യൂണിയൻ B ഹോൾ കോംപ്ലിമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പ്രോബബിലിറ്റിയിൽ ഒരു ഈവൻറ്റിൻ്റെ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. 1 മൈനസ് P of A ഇൻ്റർസെക്ഷൻ B ഡിവൈഡഡ് ബൈ 1 മൈനസ് P of A യൂണിയൻ B. കഴിഞ്ഞ പരിപാടി അല്ലേ. ഇനി എന്താ സംഭവം? P of A ഇൻ്റർസെക്ഷൻ B നമ്മളെ കയ്യിലുണ്ട്. എന്താ P of A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോക്കൂ, P of A ഇൻ്റർസെക്ഷൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0.1 ആണ്. അത് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ഇനി അതിനോട് നമുക്ക് വലിയ പണിയില്ല. ഇനി താഴെയുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്കുക. താഴെയുള്ളത് എന്താ നോക്കൂ മക്കളെ. P of A യൂണിയൻ B ആണ്. അപ്പോൾ നമുക്ക് എന്തറിയാം? P of A യൂണിയൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് P of A പ്ലസ് P of B മൈനസ് P of A ഇൻ്റർസെക്ഷൻ B ആണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്തിനാണ് ഇനിയിപ്പം നോക്കൂ, അതിലേക്ക് തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ P of A നമ്മളെ കയ്യിലില്ല, P of B നമ്മളെ കയ്യിലില്ല, പക്ഷേ P of A ഇൻ്റർസെക്ഷൻ B ഉണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു കണ്ടീഷണൽ പ്രോബബിലിറ്റി P of A by B എന്ന് പറയുന്നത് നമുക്ക് എന്തെഴുതാം? P of A ഇൻ്റർസെക്ഷൻ B ബൈ P of B എന്ന് എഴുതാം അല്ലേ. അതേപോലെ തന്നെ P of B by A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of B by A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P of B ഇൻ്റർസെക്ഷൻ A by P of A ആണ്. യെസ്, അപ്പോൾ ഇത് നമ്മൾ എടുക്കാനുള്ള കാരണം എന്താ? ഇതിൽ നിന്ന് നമുക്ക് ഇത് രണ്ടും നോൺ വാല്യൂസ് ആണ്. P of A by B 1/4 ആണ്. A ഇൻ്റർസെക്ഷൻ B 1/10 ആണ്. 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. P of B by A 1/3 ആണ്. P of B ഇൻ്റർസെക്ഷൻ A എന്ന് പറഞ്ഞാൽ 1/10 ആണ് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഇനി P of B കണ്ടുപിടിക്കുന്നു. P of B ഈസ് P of A ഇൻ്റർസെക്ഷൻ B 1/10 ഡിവൈഡഡ് ബൈ P of A by B. P of A by B ഈസ് 1/4. അപ്പോൾ ഇതിനെ നമുക്ക് 4/10 എഴുതാം. P of B ഈസ് ഈക്വൽ ടു 4/10 അല്ലേ. ഇനി P of B by A, ഇനി P of A ആണ് കണ്ടുപിടിക്കേണ്ടത്. P of A ഈസ് ഈക്വൽ ടു P of B ഇൻ്റർസെക്ഷൻ A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആണ്. 1/10 ഡിവൈഡഡ് ബൈ P of B by A എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അപ്പോൾ അതെന്തായി?
3/10 ആയി. അപ്പോൾ എന്തൊക്കെ കിട്ടി മക്കളെ? അവിടെ പി ഓഫ് എയും കിട്ടി, പി ഓഫ് ബിയും കിട്ടി. ഇനി നേരെ ഇതിലേക്ക് വന്ന് പി ഓഫ് എ ഈസ് എന്താ 3/10 പ്ലസ് പി ഓഫ് ബി ഈസ് 4/10 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് 1/10. 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. സോ ഗോട്ട് ഇറ്റ്, അതെന്താണ് 6/10 ആണ്. മനസ്സിലാവുന്നുണ്ടോ? അത് 6/10 ആണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ 1 മൈനസ്, ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1/10 ഡിവൈഡഡ് ബൈ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 6/10. ഓഹോ, അപ്പോൾ ഇതെന്താണ് 9/10 divided by 4/10. Aiva, the answer will be 9/4. 9/4 is option C is the correct answer. അപ്പോൾ മക്കൾ നോക്ക്, ഇനി എന്തായാലും 26 ജെയിലേക്ക് പോകുന്ന സമയത്ത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ ഒരു ക്വസ്റ്റ്യൻ വരും. ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ്. കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പി ഓഫ് എയും പി ഓഫ് ബിയും കണ്ടുപിടിക്കുന്നുണ്ട്, കണ്ടോ? അതേപോലെ തന്നെ കണ്ടീഷണൽ പ്രോബബിലിറ്റി വേർഡ് പ്രോബ്ലം ആയിട്ടും ചോദിക്കാം. അപ്പോൾ അതും നിങ്ങൾ എന്തായാലും അങ്ങനെയുള്ള 2-3 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമുക്ക് എക്സാമിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പം നിർബന്ധമായും കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ. സമയം കളയാതെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി? ശരി. അടുത്തെന്ന് പറഞ്ഞിട്ട് വെച്ചാൽ എന്തോന്നു, ഇതാ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതായത് എ ആൻഡ് ബി ആർ എന്താണ് പ്ലേയിങ് എ ഗെയിം, പിന്നെ എ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്താണ് ഇഫ് എ സ്റ്റാർട്ട്സ് ദ ഗെയിം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എ ആൻഡ് ബി ആർ ത്രോയിങ് എ 2 ഡൈസ്. ഇത് 2025 ചോദിച്ചിട്ടുണ്ട്, 2023 ചോദിച്ചിട്ടുണ്ട്, 2022 ചോദിച്ചിട്ടുണ്ട്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെയുള്ള ഈ എന്താ പറയുക ന്യൂമറിക്സ്, അതായത് ആ ക്വസ്റ്റ്യനിലുള്ള വാല്യൂസ് മാത്രമേ മാറ്റുള്ളൂ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എ ആൻഡ് ബി ആർ ത്രോ എ പെയർ ഓഫ് ഡൈസ്. എന്താ ചെയ്തിരിക്കുന്നത്? എയും ബിയും എന്ത് ചെയ്യുന്നു? പെയർ ഓഫ് ഡൈസ് എറിയുന്നു. ഇഫ് എ വിൻ ഇഫ് ഹി ത്രോ എ സം 5 ബിഫോർ ബി ത്രോ സം 8. അപ്പോൾ നമുക്കറിയാം, അതായത് പെയർ ഓഫ് ഡൈസ് എറിയുകയാണെന്നുണ്ടെങ്കിൽ സാമ്പിൾ സ്പേസിൽ 36 ആണ്. ഇനി സമ്മ് 5 എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ സെറ്റ് ഏതൊക്കെയാണ്? 1 4 4 1 2 3 3 2 ഇതൊക്കെയാണ് സമ്മ് 5. ഇനി സമ്മ് 8 എന്ന് പറയുകയാണെങ്കിൽ 2 6 6 2 3 5 4 5 3 4 4 ഇതാണ് സം 8. ഇത് ബി ആണ്. ഇത് ബി വിൻ ചെയ്യണമെങ്കിൽ, ഇത് എ വിൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ എ വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് എ എന്നെടുക്കുകയാണെങ്കിൽ അത് 4/36 ആണ്. ഇനി ബി വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് ബി എന്നെടുക്കുകയാണെങ്കിൽ, ഒരു ത്രോയിൽ ബി വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി പി ഓഫ് ബി എന്നെടുക്കുകയാണെങ്കിൽ അത് 5/36 ആണ്. ഇനി ഒരു ത്രോയിൽ എ ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എടുക്കുകയാണെങ്കിൽ എയുടെ കോംപ്ലിമെൻ്റ് ആണ്, അത് 32/36 ആണ്. ഇനി ഒരു ത്രോയിൽ ബി ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ഓഫ് ബി കോംപ്ലിമെൻ്റ് ആണ്, അതെന്താണ് 31/36 ആണ്. അത് നിങ്ങൾക്കറിയാം, ഒരു കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ ആണ്, അത് 1 മൈനസ് പി ഓഫ് ബി ആണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ സമ്മ് 5 ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്? സം 8 ആവാനുള്ള പ്രോബബിലിറ്റിയാണ്, അതാണ് വിൻ ചെയ്യുന്നത്. അപ്പോൾ ഫെയിൽ ആവാൻ ഓരോ ത്രോയിലും അത് ഫെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതിലേക്ക് വരുന്ന സമയത്ത് ദ പ്രോബബിലിറ്റി ദാറ്റ് എ വിൻസ് ഇഫ് എ മേക്സ് ഫസ്റ്റ് ത്രോ. എ ഫസ്റ്റ് ത്രോ എറിഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഓൾട്ടർനേറ്റീവ്ലി ത്രോ എ പെയർ ഓഫ് ഡൈസ് എന്നാണ്. ഇപ്പോൾ എ ആണ് ഫസ്റ്റ് ത്രോ. ആ ഫസ്റ്റ് ത്രോയിൽ എ എന്ത് ചെയ്യാം? വിൻ ചെയ്യാം. അല്ലെങ്കിൽ എ ഫസ്റ്റ് ത്രോ എറിയുമ്പം ആ ഫസ്റ്റ് ത്രോയിൽ എ എന്താവാം? ഫെയിൽ ആവാം. ഫസ്റ്റ് ത്രോയിൽ തന്നെ എ വിൻ ചെയ്യാം. അപ്പം പിന്നെ ബിയിലേക്ക് എന്ത് ചെയ്യില്ല? ബി എറിയേണ്ട ആവശ്യമില്ല, ആദ്യത്തെ ത്രോയിൽ തന്നെ എ വിൻ ചെയ്തു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം എന്നറിയോ അവിടെ? അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഓർ ഫസ്റ്റ് ത്രോ എപ്പോഴും എ ആണ് എറിയുന്നത്,
അപ്പം അങ്ങനെയാണെങ്കിൽ എ അവിടെ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. എ ഫെയിലായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടുത്തത് ബി എറിയും, ബി ഫെയിലാവും. ഓക്കെ, അപ്പം പിന്നെ മൂന്നാമത്തെ ത്രോയാണ് എന്ത് ചെയ്യുക? എക്ക് വീണ്ടും കിട്ടുക. ആ ത്രോയിൽ എക്ക് എന്താവാം? വിൻ ചെയ്യാം. ഇങ്ങനെയും സംഭവിക്കാം. ശരിയല്ലേ? ഓർ അങ്ങനെയല്ലെങ്കിൽ ഫസ്റ്റ് ത്രോയിൽ എ ഫെയിലാവും, അപ്പം പിന്നെ ബിയിലേക്ക് പോകും, ബി ഫെയിൽ. എന്താ സാർ ബി വിൻ ചെയ്യാത്തത്, എടുക്കാത്തത്? നമുക്ക് കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റി, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ വിൻസ് എന്നാണ്. അപ്പം ബി വിൻ ചെയ്യാനുള്ള ചാൻസ് നമ്മൾ നോക്കുന്നേ ഇല്ല. ഓൾവേസ് എ വിൻ. തേർഡ് ത്രോയിൽ എ വീണ്ടും എന്താവാം? ഫെയിലാവാം. അപ്പം വീണ്ടും ബിക്ക് എന്ത് പോവും? ത്രോ പോവും. അപ്പം അതിൽ ബി ഫെയിലാവാം. അഞ്ചാമത്തെ ത്രോയിൽ എ എന്ത് ചെയ്യാം? വിൻ ചെയ്യാം. ഇങ്ങനെ ഈ സാധനം ഇനി ഏഴാമത്തെ ത്രോയിലാണ് എ വിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒൻപതാമത്തെ ത്രോയിലാണ് എ വിൻ ചെയ്യുക. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ടു ഇൻഫിനിറ്റി. ഇതാണ് ഇതിൻ്റെ ഈ ടൈപ്പ് എല്ലാ ക്വസ്റ്റ്യൻസിനും ഇതാണ് ഇതിൻ്റെ കീ പോയിന്റ്. അത് മനസ്സിലാക്കി വെച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ വിൻ ദ ഗെയിം. എ വിൻ ദ ഗെയിം എന്ന് പറഞ്ഞാൽ താഴെ എഴുതിയാൽ മനസ്സിലാവുമല്ലോ. എ വിൻ ദ ഗെയിം 4/36. ഓർ പ്ലസ്, ഓർ ഈസ് പ്ലസ് ആൻഡ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. എ കോംപ്ലിമെൻറ്റ്. എ ഫസ്റ്റ് ത്രോയിൽ എന്താവും? ഫെയിലാവും, 32/36. ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് 31/36. ഇൻറ്റു ആ ത്രോയിൽ എ വിൻ ചെയ്യുന്നു 4/36. ഓർ 32/36 എ ഫെയിലാവുന്നു, ബി വിന്നാവുന്നു, ബി ഫെയിലാവുന്നു 31/36. വീണ്ടും എ ഫെയിലാവുന്നു 32/36. ഇൻറ്റു എ ഫെയിലാവുന്നു 31/36. അഞ്ചാമത്തെ ത്രോയിൽ എ എന്താവുന്നു? വിൻ ചെയ്യുന്നു 4/36 പ്ലസ് എക്സെട്ര ടു ഇൻഫിനിറ്റി. ഇതാണ് സംഭവം. ഓക്കെ, ഇനി നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ദിസ് ഇസ് ആൻ ഇൻഫിനിറ്റ് ജി പി. ദിസ് ഇസ് ആൻ ഇൻഫിനിറ്റ് ജി പി. സം ഓഫ് ഇൻഫിനിറ്റ് ടേം. ഇൻഫിനിറ്റ് ജി പിൻ്റെ സം ടു ഇൻഫിനിറ്റി ആണത്. ഇൻഫിനിറ്റ് ടേം എങ്ങനെ മനസ്സിലാക്കിയത് ജി പി ആണെന്ന്? ഇതാ ജി പിയുടെ ഫസ്റ്റ് ടേം ആണ്, ഇതാ ജി പിയുടെ കോമൺ റേഷ്യോ ആണ്. ഇതാ എ ആർ. അപ്പൊ അടുത്തത് എ ആർ സ്ക്വയർ ആണ്. ഇതാ ഏതാ ഇത്? 6, ഇത് 6. കണ്ടോ? അപ്പൊ അത് ആർ സ്ക്വയർ ആണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇൻഫിനിറ്റ് ജി പിൻ്റെ സം ടു ഇൻഫിനിറ്റ് ടേം ഓഫ് ജി പി ആണ്. സം ടു ഇൻഫിനിറ്റ് ടേം ഓഫ് ജി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഇൻഫിനിറ്റി ഈസ് a/1 - r. a/1 - r. a ഈസ് 4/36 by 1 - r ഈസ് 32/36 into 31/36. a/1 - r 32/36 into 31/36. അപ്പോൾ 4/36 ഡിവൈഡഡ് ബൈ 36 into 36 എന്ന് പറഞ്ഞാൽ 1296 ആണ്. 32/36 ഡിവൈഡഡ് ബൈ ഇനി 32 into 31 എന്ന് പറഞ്ഞാൽ 992 ആണ്. 992 ഡിവൈഡഡ് ബൈ 36 into 36. അപ്പോൾ ഓരോ 36 ക്യാൻസൽ ചെയ്ത് പോവും. 4 into 36 വരും. ആ 36 ന്യൂമറേറ്ററിലേക്ക് പോയാൽ 4 into 36 എന്ന് വരും. 4 into 36 ഡിവൈഡഡ് ബൈ 1296. 1296 മൈനസ് 992 എന്ന് പറഞ്ഞാൽ 304 അല്ലേ? 304 അല്ലേ നോക്കണേ? അതെ, 304. ഓക്കെ, അപ്പോൾ ഇവിടെ 4 304ൽ 7 76. ഇനി നമുക്കതിന് എന്ത് ചെയ്യുക? 4 കൊണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9/19. യെസ്, 9/19. 9/19 ഈസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ മക്കൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിർബന്ധമായും പഠിച്ചു വെക്കണം. അതായത് 2 പേരൊരു എന്താ പറയുക, ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു.
ഗെയിമിലുണ്ടാവും. അത് മിക്കവാറും എന്താ പറയുക, ത്രോയിങ് എ പെയർ ഓഫ് ഡൈസ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നിട്ടുണ്ട്, പെയർ ഓഫ് കോയിൻ ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു കോയിൻ 3 times ടോസ് ചെയ്യുന്നു. അങ്ങനെ പല വിധത്തിൽ ഇതിങ്ങനെ മാറ്റി മാറ്റി ചോദിക്കാം. ബട്ട് ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളത് തീർച്ചയായും പഠിച്ചു വെച്ചിട്ട് പോകണം എക്സാമിന് പോകാൻ കേട്ടോ. റെഡി. അപ്പോൾ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും JEE മെയിൻ 2025 വന്നിരിക്കുന്നൊരു ക്വസ്റ്റ്യൻ. 2 ഡൈ ഉണ്ട്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2 ഡൈ ഉണ്ട്, ഡൈ 1 ആൻഡ് ഡൈ 2. ഡൈ 1-ൽ എന്തായാലും ഡൈയിൽ 6 phases ആയിരിക്കും. 2 phases ആസ് മാർക്ക്ഡ് 1. 2 ഫേസിൽ 1 1 മാർക്ക് ചെയ്തിട്ടുണ്ട്, 2 ഫേസിൽ 2 2. അപ്പോൾ അതൊരു സാധാരണ ഡൈ അല്ല. 2 ഫേസിൽ 2 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഫേസിൽ 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഫേസിൽ 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇങ്ങനെ 6 ഫേസ്. ഡൈ 2 എന്ന് പറയുന്ന സമയത്ത് അനദർ ഡൈ ഹാസ് 1 ഫേസ് മാർക്ക്ഡ് 1, അടുത്ത 2 ഫേസിൽ 2 അല്ലേ, 2 ഫേസസ് മാർക്ക്ഡ് 2. അപ്പോൾ 2 ഫേസിൽ 2 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, 2 ഫേസിൽ 3 3 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു ഫേസിൽ 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് 2 ഡൈ ഉള്ളത്. ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം ഓഫ് ദ നമ്പേഴ്സ് 5 or 4 വെൻ ബോത്ത് ഡൈസ് ആർ ത്രോൺ ടുഗദർ. വെൻ ബോത്ത് ഡൈസ് ആർ ത്രോൺ ടുഗദർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് ഈസ് 36 ആണ്, നോ ഡൗട്ട്. ഇവിടെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അതായത് ഇവിടുത്തെ 1ഉം അവിടുത്തെ 1ഉം, പിന്നെ ഇവിടുത്തെ 1ഉം അവിടുത്തെ 1ഉം. അപ്പോൾ 1 1 എന്നുള്ളത് 2 പ്രാവശ്യം വരും. അപ്പോൾ അത് ഒരു പ്രാവശ്യം കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ എന്നല്ല കേട്ടോ. ഇവിടെ 6, അവിടെ 6. അപ്പോൾ 6 × 6 36 ആണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ്. അതെങ്ങനെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ 1 അവിടുത്തെ 2 കണ്ടോ, 1 1 ഇങ്ങനെ ഓരോ പേറുകളായിട്ട് എഴുതുമ്പോൾ അതിൽ 36 വരും. അതിൽ റിപ്പീറ്റേഷൻ ഉണ്ടാവും, പക്ഷെ റിപ്പീറ്റേഷൻ 2 ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. കാരണം 6 ഫേസസ് ഉണ്ട് അവിടെ ഇവിടെയായിട്ട്. അപ്പോൾ 1 1 അങ്ങനെ 1 1, പിന്നെ ഒരു 1 2, പിന്നെ ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 2ഉമായിട്ട് വീണ്ടും 1 2, ഇങ്ങനെ വരും. അത് 36. അപ്പോൾ ഇങ്ങനെ 36 ഇങ്ങനെ മുഴുവനായിട്ട് എഴുതി പോലെ നടക്കുന്ന കാര്യമല്ല. ഇനി സമ്മ് 4 ആയിട്ടുള്ള എത്ര എണ്ണം ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സമ്മ് 4 ആയിട്ട് ഇവിടുത്തെ സമ്മ് 4 വരിക, ഇവിടുത്തെ 1ഉം അവിടുത്തെ 3ഉം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് വരാം, സമ്മ് 4 വരാം. ഇവിടുത്തെ 1ഉം അവിടുത്തെ 3ഉം 4 വരും. ഇവിടുത്തെ 2ഉം അവിടുത്തെ 2ഉം, ഫസ്റ്റ് ഡൈയിലെ 2ഉം സെക്കൻഡ് ഡൈയിലെ 2ഉം ഉപയോഗിച്ചാൽ സമ്മ് 4 വരാം. ഫസ്റ്റ് ഡൈയിലെ 3ഉം സെക്കൻഡ് ഡൈയിലെ 1ഉം ഉപയോഗിച്ച് കഴിഞ്ഞാൽ സമ്മ് എത്ര വരാം, 4 വരാം. അപ്പോൾ ആദ്യം എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് ഡൈയിലാണ്, രണ്ടാമത്തെ എഴുതിയിരിക്കുന്നത് സെക്കൻഡ് ഡൈയിലാണ്. 1ഉം 3ഉം 2 2 3 1. ഇവിടെ ഇതാ ഈ 1 ഫസ്റ്റ് ഡൈയിലാണ്, അവിടെ 2 1 ഉണ്ട്. അവിടെ എത്ര 1 ഉണ്ട്, 2 1 ഉണ്ട്. ഈ 3 ഏത് ഡൈയിലാണ്, സെക്കൻഡ് ഡൈയിലാണ്. അവിടെ എത്ര 3 ഉണ്ട്, 2 3 ഉണ്ട്. അപ്പം എത്ര പേർ വരും, 4 എണ്ണം വരും. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ഈ 1 അവിടുത്തെ 3, അവിടുത്തെ ആദ്യത്തെ 3 1 3, ഇവിടുത്തെ ആദ്യത്തെ 1 അവിടുത്തെ രണ്ടാമത്തെ 3, അപ്പോൾ വീണ്ടും 1 3. ഇവിടുത്തെ രണ്ടാമത്തെ 1 അവിടുത്തെ ആദ്യത്തെ 3 1 3. ഇവിടെ ആദ്യത്തെ 1 അവിടുത്തെ രണ്ടാമത്തെ 3 കണ്ടോ, 1 3 തന്നെ 4 പ്രാവശ്യം വരും. ഇതാണ് ഞാനിങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ 2 2 ഉണ്ട്. ആദ്യത്തെ ഡൈയിൽ 2 2 ഉണ്ട്, അവിടുത്തെ ഡൈയിലും 2 2 ഉണ്ട്. അപ്പോൾ 2 × 2 4 എണ്ണം അങ്ങനെയും വരും. ഇവിടെ ആദ്യത്തെ ഡൈയിൽ ഒരു 3 ഉള്ളൂ, അവിടെ ഒരു 1 ഉള്ളൂ. 1 × 1 ഒരൊറ്റ പേരെ അങ്ങനെ വരുള്ളൂ. ഇവിടുത്തെ 3ഉം അവിടുത്തെ 1ഉം ഉപയോഗിച്ചിട്ട് ഒരു പേരേ വരുള്ളൂ. ആദ്യത്തെ ഡൈയിലെ 3ഉം രണ്ടാമത്തെ ഡൈയിലെ 1ഉം ഉപയോഗിച്ചിട്ട് ഒറ്റ വരുള്ളൂ. അപ്പോൾ തന്നെ നമുക്കിവിടെ 9 കിട്ടി. 4 + 4 + 1 9. അപ്പോൾ സമ്മ് 4 ആയിട്ട് ആ 36-ൽ 9 ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടുള്ള ജോഡികൾ ഉണ്ടാവും. ഇനി സമ്മ് 5 എങ്ങനെയൊക്കെയാണ് വരിക, ആദ്യത്തെ ഡൈയിലെ 1ഉം രണ്ടാമത്തെ ഡൈയിലെ 4ഉം ഉപയോഗിച്ചാൽ സമ്മ് 5 ആവും.
ആദ്യത്തെ ഡൈയിലെ 2ഉം രണ്ടാമത്തെ ഡൈയിലെ 2ഉം ഉപയോഗിച്ചാൽ സമ്മ് 5 ആവും. ആദ്യത്തേൽ 1, രണ്ടാമത്തേൽ 4. ആദ്യത്തേൽ 2, രണ്ടാമത്തേൽ 2. രണ്ടാമത്തേൽ 2 സമ്മ് 5 ആവൂലല്ലോ, സമ്മ് 4 അല്ലേ ആവുള്ളൂ. അപ്പം നോക്കൂ, ആദ്യത്തേൽ 2, രണ്ടാമത്തേൽ 3. ആദ്യത്തേൽ 3, രണ്ടാമത്തേൽ 2. ആദ്യത്തെ ഡൈയിൽ 4, രണ്ടാമത്തെ ഡൈയിൽ 1. ഇങ്ങനെയൊക്കെ സമ്മ് 5 കിട്ടും. ആദ്യത്തേൽ 2 1 2, അവിടെ ഒരു 4, 2 into 1, അപ്പം 2 പേര് കിട്ടി. ആദ്യത്തേൽ 2 2, അവിടെ 2 3, അപ്പം അവിടെ 4 എണ്ണം കിട്ടി. ആദ്യത്തേൽ ഒരു 3, അവിടെ 2 2, അപ്പം അവിടെ 2 എണ്ണം കിട്ടി. ആദ്യത്തേൽ 4 1, രണ്ടാമത്തേൽ 1 1, അപ്പോൾ അങ്ങനത്തെ 1ഉം കിട്ടി. 4 into 2 8, 4 plus 2 6, 2 plus 2 8, 8 plus 1 9. അപ്പോൾ സമ്മ് 4 ആവുന്ന 9 പെയറുകളുണ്ട്, സമ്മ് 5 ആവുന്ന 9 പെയറുകളുണ്ട്. 4 or 5 എന്നാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് 9 plus 9 18 പെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സമ്മ് 4 അല്ലെങ്കിൽ 5 ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 18/36 ആണ് ദ റിക്വയേർഡ് പ്രോബബിലിറ്റി. ഞാൻ ഫുൾ സ്റ്റെപ്പ് വൈസ് ഒന്നും എഴുതുന്നില്ല. അപ്പോൾ 18/36 ഈസ് 1/2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? പറ ക്ലിയർ ആയോ? മൾട്ടിപ്ലിക്കേഷൻ തിയറം ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. ഈ ടൈപ്പ് മക്കൾ പഠിച്ചിട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അടുത്തത് ബേസ് തിയറമാണ്. ബേസ് തിയറം ഇല്ലാത്ത മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ബേസ് തിയറം വരാറുണ്ട് അല്ലേ? ബേസ് തിയറം നിങ്ങൾ പ്രീവിയസ് ഇയർ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ബാഗ് 1 ഉണ്ട്. ബാഗ് 1ൽ എന്ന് പറയുന്നത് എത്രയാണ്? ബാഗ് 1ൽ എന്ന് പറയുന്നത് 6 വൈറ്റും അതുകൂടാതെ തന്നെ 4 ബ്ലൂ ബോൾസുമാണ്. ബാഗ് 2 ഉണ്ട്. ബാഗ് 2ൽ എത്രയാണ്? ബാഗ് 2ൽ 4 വൈറ്റും, ഒന്ന് നോക്കണേ, 6 വൈറ്റ് ആൻഡ് 4 ബ്ലൂ. ബാഗ് 2ൽ 4 വൈറ്റ് ആൻഡ് 6 ബ്ലൂ. ബാഗ് 3ൽ മക്കൾ പറ, ബാഗ് 3ൽ 5 വൈറ്റ് ആൻഡ് 5 ബ്ലൂ. ഇങ്ങനെയാണ് 3 ബാഗുകൾ. അപ്പോൾ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി 1/3 ആണ്. പ്രോബബിലിറ്റി ഓഫ് ബാഗ് 1 1/3 ആണ്. ഓരോ ബാഗും ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ എന്തായാലും വരും. അതുകൊണ്ടാണ് ഞാനിത് ആദ്യം എഴുതി വെച്ചത്. പ്രോബബിലിറ്റി ഓഫ് B3 1/3 ആണ്. അത് 3ഉം കൂടി ആഡ് ചെയ്താൽ 1 കിട്ടും. സോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഈവൻസ് ഒക്കെ തന്നെയാണത്. 1 ബാഗ് ഈ സെലക്റ്റഡ് അറ്റ് റാൻഡം എന്ന് പറഞ്ഞു എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അപ്പോൾ അത് 1/3 ആണ്. ആൻഡ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ഇറ്റ്. അപ്പോൾ ഒരു ബോൾ ഡ്രോൺ ചെയ്തു. ആ ഡ്രോൺ ബോൾ എന്താണ്? വൈറ്റ് കളറാണ്. അപ്പോൾ ആ ഡ്രോൺ ബോൾ വൈറ്റ് കളറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് എന്നുള്ള ഈവൻ്റ് ആദ്യം സംഭവിച്ചു കഴിഞ്ഞു. എന്നിട്ടത് ബാഗ് 2ൽ നിന്ന് വരാനുള്ള പ്രോബബിലിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ഏതോ ഒരു ബാഗ് സെലക്ട് ചെയ്തിട്ട് ആ ബാഗിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്ന ബോളിൻ്റെ കളർ വൈറ്റ് ബോളാണ്. വൈറ്റ് ബോൾ എന്ന് പറയുന്ന ഈവൻ്റ് സംഭവിച്ചു. നമ്മൾ അന്വേഷിക്കുന്നത് അത് ബാഗ് 2ൽ നിന്നാവാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കേണ്ടത്? പ്രോബബിലിറ്റി ഓഫ് ബാഗ് 2 1/3 ഇൻറ്റു എ ഗിവൺ വൈറ്റ് ഫ്രം ബാഗ് 2. വൈറ്റ് ഫ്രം ബാഗ് 2 എന്താ? 4/10. വൈറ്റ് ഫ്രം ബാഗ് 2 4/10 ഡിവൈഡഡ് ബൈ താഴെ ടോട്ടൽ തിയറം ഓൺ പ്രോബബിലിറ്റി P of A ആണ് എഴുതുക. ആ P of A എഴുതണമെന്നുണ്ടെങ്കിൽ ആദ്യത്തത് ബാഗ് 1 1/3 ഇൻറ്റു ബാഗ് 1ൽ നിന്ന് വൈറ്റ് 6/10 പ്ലസ് സെക്കൻഡ് ബാഗ് 1/3 ഇൻറ്റു 4/10 പ്ലസ് തേർഡ് ബാഗ് 1/3 ഇൻറ്റു 5/10. സിമ്പിൾ പരിപാടി. ഇത് കഴിഞ്ഞു. അപ്പോൾ ഇത് 4/30 എന്ന് വന്നു. 4/30 എന്ന് വന്നു ഡിവൈഡഡ് ബൈ 6/30 പ്ലസ് 1 into 4 4/30 പ്ലസ് 5/30. അപ്പോൾ ഇതെന്തായി? 30 ഒക്കെ ക്യാൻസൽ ചെയ്ത് പോകും. 4/15
സിമ്പിൾ പരിപാടി 4/50. ഞാൻ ഈ ബേസ് തിയറത്തിൻ്റെ ഓരോ ഇക്വേഷനും പറഞ്ഞ് ഡീറ്റെയിൽ സ്റ്റെപ്പ് എഴുതാതെയാണ് ചെയ്തിരിക്കുന്നത്. ബേസ് തിയറം നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കണം. താഴെ എപ്പോഴും ടോട്ടൽ തിയറം ഓൺ പ്രോബബിലിറ്റിയാണ് എഴുതേണ്ടത്. മുകളിൽ എഴുതേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ ഏത് ബാഗിൽ നിന്നാണ് വന്നത് വരാനുള്ള പ്രോബബിലിറ്റിയാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈ ഇക്വേഷൻ ബേസ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഇക്വേഷൻ തന്നെയാണിത്, പക്ഷേ ഞാനത് ഡീറ്റെയിൽ സ്റ്റെപ്പ് ഇക്വേഷൻ എഴുതാതെ ചെയ്തിരിക്കുകയാണ്. മക്കൾ എന്തായാലും ബേസ് തിയറം പഠിച്ചിട്ട് വേണം പോവാൻ. അടുത്തത് ബാഗ് 1 കണ്ടെയ്ൻസ് എന്നാണ്. ബാഗ് 1-ൽ 4 വൈറ്റും 5 ബ്ലാക്ക് ബോളുമാണ് ഉള്ളത്. ആദ്യത്തെ ബാഗ് എങ്ങനെയുണ്ട്? ആ ബാഗിൽ 4 വൈറ്റുമുണ്ട്, 5 ബ്ലാക്കുമുണ്ട്. ശരിയാണോ നോക്കൂ. ബാഗ് 2 എന്താണ് ബാഗ് 2-ൽ സംഭവിക്കുന്നത്? ബാഗ് 2 ഇത് ബാഗ് 1 ആണ്, ഇത് ബാഗ് 2 ആണ്. ഓക്കെ, ബാഗ് 2-ൽ എന്താ സംഭവിക്കുന്നത്? ബാഗ് 2 കണ്ടെയ്ൻസ് n വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 3 ബ്ലാക്ക് ബോളും ഉണ്ട്. ശരിയാണോ നോക്കണേ. 1 ബോൾ ഈസ് ഡ്രോൺ റാൻഡംലി ഫ്രം ബാഗ് 1 ആൻഡ് ട്രാൻസ്ഫേർഡ് ടു ബാഗ് 2. ബാഗ് 1-ൽ നിന്ന് നമ്മളൊരു ബോൾ എടുക്കുന്നു, ആ ബോൾ എന്ത് ചെയ്യുന്നു? ബാഗ് 2-ലേക്ക് ഇടുന്നു. എ ബോൾ ഈസ് ഡൺ ഡ്രോൺ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബോള് ബാഗ് 2-ൽ നിന്ന് എടുക്കുന്നു. ആ ബോള് വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി 29/45 ആണ്. ഈ ബാഗ് 2-ൽ നിന്ന് എടുക്കുന്ന ബോള് വൈറ്റ് ആവാനുള്ള പ്രോബബിലിറ്റി 29/45 ആണ്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് n എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബാഗ് 1-ൽ നിന്ന് നമ്മളൊരു ബോൾ എടുക്കും. ആ ബോള് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ആ ബോള് വൈറ്റ് ബോൾ ആവാം, അല്ലെങ്കിൽ ആ ബോള് എന്താവാം? ബ്ലാക്ക് ബോൾ ആവാം. ആ ബാഗിൽ നിന്ന് വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി 4/9 ആണ്. ഓക്കെ, ആ ബോള് വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി 4/9 ആണ്. അങ്ങനെ വൈറ്റ് ബോൾ നമ്മളെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആ വൈറ്റ് നമ്മൾ എന്ത് ചെയ്യും? ബാഗ് 2-ലേക്ക് ഇടും. ബാഗ് 2-ലേക്ക് അവിടെ വൈറ്റ് ബോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാഗ് 2-ൽ ഉണ്ടാവുക n+1 വൈറ്റ് ആണ്, 3 ബ്ലാക്ക് ആണ്. അപ്പം അവിടെ n+4 ബോൾസ് ഉണ്ടാവും. ആ n+4-ൽ നിന്ന് വരേണ്ടത് വൈറ്റ് ബോൾ ആണ്. അവിടെ നിന്ന് വൈറ്റ് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി n+1/n+4 ആണ്. കാരണം ബാഗ് 2-ൽ നിന്ന് വൈറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എന്തെഴുതാം? ഇറ്റ് വിൽ ബി 4/9 ഇൻറ്റു n+1/n+4. ഓർ അങ്ങനെയല്ലെങ്കിൽ എങ്ങനെയും സംഭവിക്കാം. ആദ്യത്തെ ബാഗിൽ നിന്ന് വരുന്നത് എന്ത് ബോളാവാം? ബ്ലാക്ക് ബോൾ ആവാം. ബ്ലാക്ക് ബോൾ ആവാനുള്ള പ്രോബബിലിറ്റി 5/9 ആണ്. അങ്ങനെ ബ്ലാക്ക് ബോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഒരു ബ്ലാക്ക് ബോൾ ബാഗ് 2-ലേക്ക് ഇടുകയാണ് ചെയ്യുക. ആ ബ്ലാക്ക് ബോൾ ആണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പോൾ 4 ബ്ലാക്ക് ആവും. അപ്പം n വൈറ്റ് തന്നെ ഉണ്ടാവുള്ളൂ. അപ്പം n+4 ബോളാവും. എന്നിട്ട് ബാഗ് 2-ൽ നിന്ന് എന്ത് വരാനുള്ള പ്രോബബിലിറ്റി? വൈറ്റ് ബോൾ വരാനുള്ള പ്രോബബിലിറ്റി അത് n/n+4 അല്ലേ? അപ്പം ഇങ്ങനെയാണ് കേസ് എന്നുണ്ടെങ്കിലോ ഓർ പ്ലസ് ആദ്യത്തേതിൽ നിന്ന് ബ്ലാക്ക് 5/9 ഇൻറ്റു രണ്ടാമത്തേതിൽ നിന്ന് വൈറ്റ് n/n+4. ഇതാണ് മക്കളെ എത്ര? 29/45. ഇനി നിങ്ങൾ ചെയ്തു നോക്കേണ്ട കാര്യമാണ്. 9/9/45-ൽ 5 ടൈംസ്. ഓക്കെ, 4 ഇൻറ്റു n+1 പ്ലസ് 5n അല്ലേ n+4 ഇസ് ഈക്വൽ ടു 29/5. ഇനി നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യുമോ? ഞാനിനി അതിൻ്റെ മുകളിൽ സമയം കളയണ്ടല്ലോ. n ഈസ് 6. എന്നിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത് 6 ആണ്. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ക്വാഡ്രാറ്റിക് ഒന്നും വരുന്നില്ല കേട്ടോ.